29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനായി ഇന്ന് സമാപനം. സിനിമകളും ഒത്തുചേരലുകളും സൗഹൃദങ്ങളും ഒരാഴ്ചയിലധികം നീണ്ടുനിന്ന അനന്തപുരിയുടെ ഉത്സവത്തിനാണ് തിരശ്ശീല വീഴുന്നത്. ഇരുപത്തിയൊമ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള കൊടിയിറങ്ങുമ്പോൾ പ്രേക്ഷകർക്കിടയിൽ സിനിമകളെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണം. എന്നാൽ സിനിമയെന്ന വികാരത്തെയും അനന്തപുരിയുടെ വൈബിനെയും എല്ലാവരും നിറഞ്ഞ മനസ്സോടെയാണ് സ്വീകരിച്ചത്. എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരും വരാറുണ്ട്. അപ്പം എല്ലാ വർഷവും ഈ ഒരു ദിവസങ്ങൾ എന്ന് പറയുമ്പം നമ്മുടെ ഒരു ഒത്തുചേരൽ തന്നെയാണ്. പിന്നെ അതിനോടൊപ്പം സിനിമ ആസ്വദിക്കുകയും ചെയ്യുന്നുള്ളൊരു സംഭവം തന്നെയാണ്. ഇന്ന് ടാഗോർ തിയേറ്റർ എന്ന് പറഞ്ഞ വലിയൊരു വേദി വന്നതിന് ശേഷം നമ്മളിങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നടക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു രസമുള്ള കാര്യമാണ്. ഇന്നത്തെ ജനറേഷന് ഫോറിൻ ഫിലിംസ് കാണുന്നതിനേക്കാൾ ഉപരി അവർ വരുന്നത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പുതുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ്. IFFK എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സിനിമയിൽ അഭിനയിക്കുന്നതിന് മുന്നേ തന്നെ തുടങ്ങിയൊരു ബന്ധമാണ്. സിനിമയായിട്ടുള്ള ബന്ധം തുടങ്ങണതന്നെ ഇവിടെ നിന്നാണെന്ന് പറയാം ശരിക്കും. അപ്പോൾ അതുകൊണ്ട് ടാഗോർ എവറി ഇയർ IFFK എന്നൊക്കെ പറയുന്നത് അത് ഇന്ന് വന്നതേ ഉള്ളൂ. സിനിമകളൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും വന്നിട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു വരാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സിനിമയെ ഗൗരവത്തോടെ കാണുന്നവർക്ക് അതിന്റെ സാധ്യതകളെ പഠിക്കാനുള്ള ഇടമാണ് ചലച്ചിത്രമേള. ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു സെലിബ്രേഷനായി മാറിയിരിക്കുകയാണ്. തിയേറ്ററിൽ കാണാനുള്ള ഒരു മനുഷ്യൻ്റെ സഹജമായ ഒരു അഭിരുചിയും വാസനയും ആ തിയേറ്ററിൽ വലിയ ബിഗ് സ്ക്രീനിൽ സിനിമ കാണുന്ന ഒരു കൾച്ചറും ട്രഡീഷനും ഒക്കെ ഇങ്ങനെയുള്ള ഫെസ്റ്റിവലുകളാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല സിനിമകൾ ബിഗ് സ്ക്രീനിൽ കാണുന്നതിനുള്ള അവസരം എന്ന നിലയിൽ യങ്സ്റ്റേഴ്സ് ഇത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ കുറച്ച് പേരെങ്കിലും ഈ നല്ല സിനിമ മനസ്സിൽ സൂക്ഷിക്കുകയും ഫ്യൂച്ചറിൽ അതിനെ കാണാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും എൻകറേജ് ചെയ്യാനും ഒക്കെ തയ്യാറാവണമെങ്കിൽ ഒരു നല്ലൊരു സൈനാണ്. ലോകത്തിലുള്ള പല ടൈപ്പ് സിനിമകളും നമുക്ക് കാണാനും അത് അവരുടെ സംസ്കാരങ്ങൾ അനുഭവിച്ചറിയാനൊക്കെ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത്. സിനിമ അതായത് കൂടുതൽ ആൾക്കാർ സിനിമയെ ആസ്വദിക്കുന്നു, സിനിമ കാണുന്നു, പലതരം സിനിമകൾ കാണുന്നു. അതൊക്കെ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു വളരെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. 29ാം പതിപ്പിൽ എത്തി നിൽക്കുമ്പോൾ മികച്ച ചലച്ചിത്ര പ്രവർത്തകരെയും ആസ്വാദകരെയും വാർത്തെടുക്കാൻ മേളയ്ക്ക് സാധിച്ചു. പണ്ടൊക്കെ ഒരു യങ്സ്റ്റേഴ്സ് എല്ലാം ഒരു ഗ്യാതറിംഗ് എന്ന് പറഞ്ഞാൽ യൂത്ത് ഫെസ്റ്റിവൽ എല്ലാം ആയിരിക്കുമല്ലോ. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡിസംബർ 2nd വീക്ക് ഫെസ്റ്റിവൽ കാണും. അപ്പം അതിൻ്റെ മുമ്പ് പണ്ട് സ്റ്റാർട്ടിങ് സമയം തൊട്ടേ നമുക്കറിയാം നമ്മുടെ തിയേറ്റേഴ്സിലെല്ലാം തുടങ്ങിയാണല്ലോ. അപ്പോൾ ഇത് ഓവർ ദി ഇയേഴ്സ് യങ്സ്റ്റേഴ്സും അല്ലെങ്കിൽ ആൾക്കാരുടെ ഇപ്പോൾ കുറേ സിനിമകൾക്കൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് IFFK. മലയാള സിനിമ ടുഡേയിലൊക്കെ ഇവിടെ സെലക്ഷൻ കിട്ടിയിട്ടുള്ള പടങ്ങൾ എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്നു. അതോടൊപ്പം അവരെല്ലാം ഏറ്റവും വലിയ ഒരു പ്രചോദനമായിട്ടുള്ളത് ഈ IFFK തന്നെയായിരുന്നു. പലരും ഫെസ്റ്റിവലിൽ നിന്ന് ഊർജം സ്വീകരിച്ച് പടം ചെയ്തിട്ടുള്ള ആളുകളാണ് നല്ലതാണ്. മറ്റൊന്ന് വളരെ സാമൂഹ്യമായ വിഷയങ്ങൾ, മനുഷ്യത്വ സംഘർഷങ്ങൾ ഇതൊക്കെ ചേർത്തുകൊണ്ടുള്ള അത് വളരെ ലളിതമായി അവതരിപ്പിക്കുന്ന സിനിമകളാണ് മലയാളത്തിൽ നിന്ന് പോലും വന്നിരിക്കുന്നത്. ആ അർത്ഥത്തിൽ എല്ലാവരും സാറ്റിസ്ഫൈഡാണ്. സൗഹൃദങ്ങളുടെ മേളനമാണ് ചലച്ചിത്രമേള. ആഘോഷങ്ങളുടെയും 66 രാജ്യങ്ങൾ, 177 ചിത്രങ്ങൾ. 8 നാൾ നീണ്ടുനിന്ന മേളയ്ക്ക് തിരശ്ശീല വീഴുകയാണ്. അഭ്രപാളിയിലെ കറുപ്പും വെളുപ്പും ഇടകലർന്ന കഥാന്ത്യം പോലെ. ജനം, തിരുവനന്തപുരം.